ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ഗോപകുമാർ എന്ന സൂചന. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16ാം നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ.കെ.എം. അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കണ്ണൂർ ധർമ്മടത്തു നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം നേമം സീറ്റ് തിരിച്ചുപിടിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദൈവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. യുഡിഎഫ് എംഎൽഎമാർ മിക്കവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽഡിഎഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻഡിഎ എംഎൽഎമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.കെ. ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ M ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധതാ പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകി. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400ഓളം കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാഡ് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421-ലും നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 25ഓളം പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് B സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കയ്യേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭയിലെ നിയുക്ത MLAമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDF-നായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDA-ക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച.
സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.